Hello, good morning. Is it audible? Yes. Okay. I hope you can see the screen. So today we will discuss the today we will discuss the problem of column sections in which two channels are connected as the cross section, provided the channel is given toe to toe. Okay. So the question is similar to the question that we have already solved, only a slight variation. So we will see the variation. Okay. So I hope you can see the screen. So during the last problem, our section was like this. Okay, the section was like this. But now the same channels can be connected like this. Only a slight variation in the steps will be there. So you have to draw the figure and we will discuss the variation only. Okay. So lacing can be provided like this. So before that, let me tell you which one will be more efficient. I hope you can answer the question. So which column will be more efficient? Efficient in the sense considering buckling. Okay, considering crushing, both the sections will be equal in efficiency because both are having the same cross sectional area. Okay, the crushing depends only on the cross sectional area, but bulking depends not only on the cross sectional area but the distribution of area also. Okay, so in which section you will experience less lateral buckling? Sahala, any idea? Sandra, I hope you can listen. I hope it's audible. ആ പറഞ്ഞോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മള് സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ രണ്ട് ഡിഫറെന്റ് ഷേപ്പിൽ കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, കമ്പയറിംഗ് ദീസ് ടു ഫിഗേഴ്സ്, വിച്ച് വൺ വിൽ ബി ബെറ്റർ ഇൻ ബക്ലിംഗ്? ദിസ് വൺ ഓർ ദിസ് വൺ? ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ മോർ ഏരിയ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അവേ ഫ്രം ദ ആക്സിസ് അല്ലെ. ആക്സിസിൽ നിന്ന് അകലത്തിലേക്കാണ് കൂടുതൽ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ വിൽ ബി മോർ. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഹാവിംഗ് ലെസ് ബക്ലിംഗ് അല്ലെ. സോ അതേ അവസ്ഥ തന്നെയല്ലേ ഇവിടെയും? ഇവിടെ എന്താണ് സംഭവിച്ചത്? മോർ ഏരിയ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അവേ ഫ്രം ദ ആക്സിസ് അല്ലെ. ഇവിടെ ആണെങ്കിലോ ഏരിയ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഏരിയ ഈസ് കോൺസെൻട്രേറ്റഡ് മെയിൻലി ടുവേഴ്സ് ദ ആക്സിസ് അല്ലെ. സോ this one can be considered good.
ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബക്ലിംഗ് അല്ലെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ ഇതിൽ വരുന്ന ഡിഫറൻസ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം. ഐ ഹോപ്പ് ദ എന്റെ ആൻസർ ഈസ് അണ്ടർസ്റ്റുഡ് ബൈ യു അല്ലെ. നിങ്ങൾക്ക് മൊത്തം ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അല്ലേ, നമ്മൾ ചെയ്ത സ്റ്റെപ്സ് ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിറ്റർമിൻ ദ സ്റ്റീൽ സെക്ഷൻ അല്ലെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റീൽ സെക്ഷൻ, that is the first step. So that you have to do, which is similar to the answer that we have already done അല്ലെ. അതിൽ നമ്മൾ എടുത്ത സെക്ഷൻ ISMC 300 അല്ലെ, സെയിം സെക്ഷൻ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്തുകൊണ്ടാണ്? നമ്മളവിടെ ക്രഷിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. സോ ഇഫ് യു ആർ കൺസിഡറിങ് ക്രഷിംഗ്, then you have to assume a crushing stress of 150 Newton per mm square അല്ലെ. 150 അല്ലെങ്കിൽ 160 എല്ലാം എടുക്കാവുന്നതാണ്. 250ക്ക് താഴെ ഇരിക്കണമെന്നേ ഉള്ളൂ അല്ലെ. 250യുടെ ഒരു 60%, 80% വരെയൊക്കെ എടുക്കാം. സോ അത് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ലോഡ് അല്ലെ 1080 kN, സെയിം ലോഡാണ് അല്ലെ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാറ്റി എഴുതുമ്പോൾ പ്രൊവൈഡഡ് ബോത്ത് ചാനൽസ് ആർ കണക്റ്റഡ് ടോ ടു ടോ അല്ലെ. ടോ എന്ന് ഉദ്ദേശിക്കുന്നത് TOE അല്ലെ, ടോ ടു ടോ. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന പോലെ ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ കണക്ഷൻ സ്റ്റൈലൊന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ നമ്മളിവിടെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്സും സെയിം തന്നെയാണ്. ഓൺലി ദ ഡിഫറൻസ് വിൽ ബി ദർ അറ്റ് ദ ടൈം ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ സ്പേസിങ് അല്ലെ. സ്പേസിങ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക. എങ്ങനെയാണ് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം അല്ലെ. 150 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. നമുക്ക് സെയിം ഏരിയ ആണ് കിട്ടുക അല്ലെ. ഏരിയ റിക്വയർഡ് അല്ലെ, ഏരിയ റിക്വയർഡ് നോക്കുക. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 150 അല്ലേ എടുത്തത്. ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കാനില്ല, ഓൾറെഡി ചെയ്തതാണ് അല്ലെ. സോ അത് എത്രയാണ് കിട്ടുന്നത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ISMC 300. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് എഴുതി വെക്കാം. സോ ISMC 300ന്റെ നമ്മുടെ പ്രോപ്പർട്ടീസ് നേരത്തെ എഴുതിയ സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് അല്ലെ. ഡെപ്ത് എത്രയാണ്? 300 അല്ലെ. അതുപോലെ ഫ്ലാഞ്ച് ബ്രെഡ്ത്ത് അല്ലെ, BF 90 അല്ലെ, 90 സെന്റിമീറ്റർ. പിന്നെ അതിന്റെ ഫ്ലാഞ്ച് തിക്നെസ്, അതുപോലെ വെബ് തിക്നെസ് അല്ലെ, അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ CYY അല്ലെ, CYY വാല്യൂ മാർക്ക് ചെയ്ത് വെക്കുക. അതെല്ലാം നിങ്ങൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിന് ആൻസർ പോലെ തന്നെ എഴുതി വെക്കുക. അല്ല, നമ്മളിപ്പോ ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം, അതിന്റെ സ്റ്റൈൽ നമ്മൾ മാറ്റി അല്ലെ. നമ്മൾ ബാക്ക് ടു ബാക്ക് കൊടുത്തതിന് പകരം ടോ ടു ടോ കൊടുത്തു അല്ലെ. ഇത് ബാക്ക് ടു ബാക്ക്. ഇതാണെങ്കിലോ ടോ ടു ടോ അല്ലെ, ടോ ടു ടോ. എക്സാമിന് രണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലെ, സ്പെസിഫിക് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, തന്നിട്ടുള്ള വാല്യൂസ് എടുത്തെഴുതുക. ഓക്കെ അല്ലേ? സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയാണ് നമ്മുടെ ചാനലെങ്കിൽ
ഇതാണ് നമ്മുടെ സി വൈ വൈ അല്ലെ. സോ ഇവിടെ സി വൈ വൈ എത്രയാണെന്ന് നമുക്കറിയാം. അത് നിങ്ങൾ സ്റ്റീൽ ടേബിൾ നോക്കുക. 23.6 അല്ലെ. ദിസ് മച്ച് മില്ലിമീറ്റർ. ഓക്കെ. നൗ നമുക്ക് സ്പേസിങ് കണ്ടുപിടിക്കേണ്ട സമയത്ത് നമ്മൾ ഇതേ ചാനൽ ഇതിന്റെ ഇപ്പുറത്തും കൂടെ കൊടുക്കുന്നു അല്ലെ. രണ്ടും സെയിം ചാനൽ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ സ്പേസിങ് എങ്ങനെ എഴുതാം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാല്യൂസ് നമുക്കറിയാം അല്ലെ. ഈ രണ്ട് വാല്യൂസ് നമുക്കറിയാം. എത്രയാണ്? സി വൈ വൈ അല്ലെ. സി വൈ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 23.6 mm അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിങ് എത്രയായിരിക്കും? ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ എത്രയാണെന്ന് അറിയാം. 90 ആണ് അല്ലെ. സോ ഇത് 90 ആണെങ്കിൽ ഇതെന്തായിരിക്കും? -90 23.6 അല്ലെ. ഇത്രയും മില്ലിമീറ്റർ. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോ അത് തന്നെ ആയിരിക്കും ഇപ്പുറത്തും ഉണ്ടാവുക അല്ലെ. ഒന്ന് ചെയ്ത് നോക്ക്. 90 - 23.6 എന്ന് പറയുമ്പോൾ 66.4 അല്ലെ. സോ ഇവിടെ നമുക്ക് 66.4 കിട്ടും. ഇവിടെയും അത്ര തന്നെ കിട്ടും. 66.4 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ സ്പേസിങ് എന്തായിരിക്കും? ജസ്റ്റ് നോക്കാം. നമുക്കിവിടെ എസ് ആണ് വരിക അല്ലെ. സോ നമുക്ക് എസ് പ്ലസ് 2 ടൈംസ് 66.4 അല്ലെ. ഇതായിരിക്കും സ്പേസിങ് വരിക. സ്പേസിങ് അല്ല, നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് വരും അല്ലെ. സോ സ്പേസിങ് നമ്മൾ എസ് എന്ന് എടുക്കാം, നേരത്തെ എടുത്ത പോലെ തന്നെ. സോ നമുക്ക് സി വൈ വൈ ഡിസ്റ്റൻസുകൾ അല്ലെങ്കിൽ സെൻട്രോയിഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി വൈ വൈ അല്ലെ. അതറിയാലോ. വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ദ ബേസ് അല്ലെ, അല്ലെങ്കിൽ എഡ്ജ് എന്നുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് സി വൈ വൈ. അതാണ് നമുക്ക് 23.6 തന്നിട്ടുള്ളത് അല്ലെ. സോ നമുക്ക് സെൻട്രോയിഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടി? ഇങ്ങനെ കിട്ടും അല്ലെ. സോ അത് നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ബാക്കിയുള്ളതെല്ലാം സിമിലർ ആയിരിക്കും അല്ലെ. ഡിഫറൻസ് വരുന്നത് മാത്രം നമ്മൾ നോട്ടിൽ എഴുതി വെക്കാം. സോ സ്പേസിങ് അല്ലെ, സ്പേസിങ് കണ്ടുപിടിക്കുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. നമുക്ക് ഡിഫറെന്റ് സ്പേസിംഗ് ആണ് വരിക. അതെങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്തത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേറ്റ് ചെയ്തു അല്ലെ. സോ അതൊന്ന് ചെയ്ത് നോക്കാം. അല്ലേ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ്, നമ്മുടെ ഇസഡ് ആക്സിസും അതുപോലെ വൈ ആക്സിസും രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ കിട്ടും? അബൌട്ട് ഇസഡ് ആക്സിസ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇതാണ് നമ്മുടെ ഇസഡ് ആക്സിസ് അല്ലെ. അവിടെ എന്തെടുത്താൽ മതി? നമുക്ക് സെയിം ആക്സിസിൽ സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു സെക്ഷൻ കൂടെ ആഡ് ചെയ്യുന്നു അല്ലെ. അതിന്റെ ഏരിയ ഡിസ്ട്രിബ്യൂഷനും സെയിം ആണ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആക്സിസ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾറെഡി ഉള്ള ഒരു സിംഗിൾ ചാനൽ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡബിൾ ചെയ്താൽ മതി അല്ലെ. ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും അല്ലെ. അതൊന്ന് ചെയ്ത് നോക്ക്. 2 ടൈംസ് ഐ സെഡ് അല്ലെ. ഇതായിരിക്കും നമ്മുടെ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആക്സിസ് അല്ലെ. വേർ ഐ സെഡ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഇൻഡിവിജ്വൽ ചാനൽ അല്ലെ. അങ്ങനെ തന്നെ എഴുതി നോക്കാം. വേർ ഐ സെഡ് ഈസ് ദ moment of inertia of
ഇൻഡിവിജ്വൽ ചാനൽ അല്ലെ, വിത്ത് റെസ്പെക്ട് ടു z ആക്സിസ് അല്ലെ, ഫ്രം കോഡ് അല്ലെങ്കിൽ ഫ്രം SP6. സോ നമ്മൾ ഐസെറ്റ് നേരത്തെ കണ്ടുപിടിച്ച സെയിം വാല്യൂ തന്നെയല്ലേ, 6362.6 അല്ലെ, 6362.6 ഇൻറ്റു 10⁴ mm⁴ അല്ലെ. കോഡിലുള്ളത് cm⁴ അതിനെ mm⁴ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. യൂണിറ്റ് നോക്കിയാൽ മതി, mm⁴ അല്ലേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, 10 × 10 × 10 × 10 അല്ലെ. അപ്പോൾ 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതിനെ നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുന്നു, ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് ടു വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് എന്താ വരിക, ഫിഗറിലേക്ക് നോക്കാം അല്ലെ. ഈ വെർട്ടിക്കൽ ആക്സിസ് ആണ് y ആക്സിസ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു അപ്ലൈ പാരലൽ ആക്സിസ് തിയറം അല്ലെ. സോ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുക, ഓക്കെ. ഇതാണ് നമ്മുടെ CY അല്ലെ. സോ ഇവിടെ എനിക്ക് ഇങ്ങനെയാണുള്ളത് അല്ലെ. അപ്പൊ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എനിക്ക് അറിയാവുന്ന എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസ് അല്ലെ. ഈ തന്നിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷൻ അറിയാം അല്ലെ, IY എന്താണ്, സെയിം തന്നെയാണ് അല്ലെ. അത് 310.8 അല്ലെ. സോ 310.8 310.8 പ്ലസ് അല്ലെ, ഇക്വേഷൻ അറിയാലോ, I plus AX square അല്ലെ, where A is the area and X is the perpendicular distance between the two axes അല്ലെ. രണ്ട് ആക്സിസുകളും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് X എന്ന് പറയുന്നത്, അതറിയാലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡിവിജ്വൽ ചാനൽ കൊണ്ടുണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് അത് ആദ്യം കണ്ടുപിടിക്കുക, അതിനെ ഡബിൾ ചെയ്യാം അല്ലെ. സോ അപ്പോൾ അത് എത്ര വരും, ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം അല്ലെ, നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചു. അത് എത്രയാണ്, 66.4 അല്ലെ. അതൊരു ഡൗട്ടൊന്നുമില്ലല്ലോ. സോ ആ 66.4 പ്ലസ് S/2 അല്ലെ, അതല്ല X എന്ന് പറയുന്നത്. അഥവാ ഡൗട്ടുള്ളവർ സൈഡിൽ എഴുതി വെക്കാം അല്ലെ. IY is equal to IY എന്നുള്ളത് I ക്യാപിറ്റൽ Y അല്ലെ. I ക്യാപിറ്റൽ Y is equal to I സ്മോൾ y ഇൻറ്റു സ്മോൾ y പ്ലസ് AX സ്ക്വയർ അല്ലെ. അവിടെ നമുക്ക് X എന്ന് പറയുന്നത് സൈഡിൽ എഴുതാം, അത്രയാണ്. X is equal to എത്ര എഴുതാം, 66.4 അല്ലെ. എവിടുന്നാണ് 66.4 കിട്ടിയതെന്ന് മനസ്സിലാവാത്തവര് മുകളിൽ എഴുതി വെക്കുക അല്ലെ. 66.4 പ്ലസ് S/2 അല്ലെ, S/2 ആയിരിക്കും. എന്തുകൊണ്ടാണ്, സോ ഹിയർ വി ഹാവ് ഓൾറെഡി സീൻ ഹാഫ് ഓഫ് ദ സ്പേസിംഗ് ഈസ് ഓൺലി കമ്മിങ് ഇൻ ടു പിക്ചർ അല്ലെ. ഹാഫ് ഓഫ് ദ സ്പേസിംഗ് ഈസ് ഓൺലി കമ്മിങ് ഇൻ ടു പിക്ചർ. സോ യു ഹാവ് ടു ടേക്ക് S/2 ഓൺലി അല്ലെ. സോ ദിസ് മച്ച് ഡിസ്റ്റൻസ് ക്യാൻ ബി ടേക്കൺ ആസ് X വാല്യൂ അല്ലെ. ഇനി A വാല്യൂ എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, 4564. അതിലൊന്നും മാറ്റമില്ലല്ലോ.
സോ അതുപോലെ കൊടുക്കുക. A1 x1 സ്ക്വയർ അല്ലെ, അത്ര കിട്ടുക 4564 ഇൻറ്റു 66.4 പ്ലസ് അല്ലെ s/2 സ്ക്വയർ. സോ ഇതാണ് ഒരു ചാനൽ കൊണ്ടുണ്ടാകുന്ന, അല്ല ഒരു ഇൻഡിവിജ്വൽ ചാനൽ കൊണ്ടുണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് നമുക്ക് കോഡ്ന്ന് കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു സിംഗിൾ ചാനൽ അല്ലെ. ഇനി അതിന്റെ ഡബിൾ ചാനൽ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2 അല്ലെ, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് 2 ടൈംസ് IZ കണ്ടുപിടിക്കണം. സോ IZ എന്ന് പറയുന്നത് നമുക്ക് 6362.6 ആണ് അല്ലെ. സോ നമുക്ക് അതിന്റെ 2 ടൈംസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ട, ജസ്റ്റ് ചെയ്ത് നോക്ക്. സോ ഇവിടെ രണ്ട് സ്ഥലത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, 2 ചാനൽസ് ഉള്ളതുകൊണ്ട്. അപ്പൊ 2 എല്ലാം കട്ടാവും. എസ് എത്ര കിട്ടുന്നത് നോക്ക്, എസ് വാല്യൂ കിട്ടിയവരൊന്ന് കമന്റ് ചെയ്തേ. സോ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എസ് ആൻഡ് കമന്റ്. ഇക്വേഷൻ കിട്ടിയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൺലി ആ CY സൈഡിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് S/2 പ്ലസ് 23.6 അല്ല വരിക, മറിച്ച് S/2 പ്ലസ് എത്ര വരിക, 66.4 ആണ് വരിക അല്ലെ. 90 mm ആണ് നമ്മുടെ ഫ്ലാഞ്ചിന്റെ ബ്രെഡ്ത്ത്. അത് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ കിട്ടും. ബാക്കിയുള്ള എല്ലാം സെയിം തന്നെ അല്ലേ. സ്പേസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ, ലേസിങ്ങിന്റെ ഡിസൈൻ ആണ്. ലേസിങ്ങിന്റെ ഡിസൈനിൽ ഒരു വ്യത്യാസവും ഇല്ല. അത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ടല്ലോ. ഐ ഹോപ്പ് യു ഹാവ് ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ ഡിസൈൻ ഓഫ് ലേസിംഗ്. സ്പേസിംഗ് എത്ര കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. അഭിരാമി, ഐ ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ഓക്കെ അല്ലേ ആകാശ്? ഒന്നുകൂടെ പറയണോ? സോ അപ് ടു ദ സ്റ്റെപ്പ് ഫോർ ഫൈൻഡിങ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ യു ഹാവ് ടു ഡു ദ സിമിലർ മെത്തേഡ്. അതില്ലേ, സിമിലർ മെത്തേഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുക. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ക്രോസ് സെക്ഷണൽ ഏരിയ യു ഹാവ് ടു ഡിവൈഡ് in between the given design load and the crushing strength അല്ലെ. സോ ക്രഷിംഗ് സ്ട്രെസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. 160 150 എല്ലാം എടുക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ, അത് കുറച്ചുകൂടെ കൂടുതലുള്ള ഏരിയ വരുന്ന ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക അല്ലെ. ഇവിടെ നമ്മൾ അത് നമ്മൾ ഹാഫ് ചെയ്തിട്ട് വേണം ക്രോസ് സെക്ഷൻ എടുക്കാൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. എന്നിട്ട് രണ്ടും വെച്ചിട്ട് സ്പേസിംഗ് കാണുന്ന സമയത്ത് എന്നിട്ട് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യുക, ബക്ലിംഗിൽ ചെക്ക് ചെയ്യാം അല്ലേ. ബക്ലിംഗ് ചെക്ക് നിങ്ങൾക്ക് സിമിലർ ആയിട്ട് തന്നെ ചെയ്യാം, സാധാരണ മറ്റേതിൽ ചെയ്ത് സെയിം മെത്തേഡ് വെച്ചിട്ട് അതല്ലേ. സ്പേസിംഗ് ചെയ്ത് നോക്ക് എത്ര കിട്ടുന്നു. ആകാശ് എത്ര കിട്ടുന്നു പറഞ്ഞു. ബിബിലേസ് എസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? 277 ഓക്കെ, വെരി ഗുഡ്. 5 അല്ലേ, കിട്ടുന്നുണ്ട്. സോ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുന്നു, എസ് വാല്യൂ കൊടുക്കുന്നു. ബാക്കിയുള്ള നിങ്ങൾക്ക് സെയിം മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം അല്ലെ. എസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നേരെ ലേസിങ്ങിന്റെ ഡിസൈനിലേക്ക് പോകുന്നു. സോ ലേസിംഗിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ, നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. അതുപോലെ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആംഗിൾ ഫിക്സ് ചെയ്യുക അല്ലെ. ആംഗിൾ യു ക്യാൻ ഓൾവേസ് ഫിക്സ് ആസ് 45 ഡിഗ്രി അല്ലെ. ലേസിങ്ങിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ വീണ്ടും ചെയ്യണ്ടല്ലോ.
ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്ക് ഇനിയും നമുക്ക് ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പ് പ്രോബ്ലം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ക്ലാസ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് നോട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അല്ലേ? ഓക്കെ ആണോ? ലേസിംഗ് ഡിസൈൻ പറ്റില്ലേ? എന്ത് ചെയ്യണം? ആംഗിൾ ഓഫ് ലേസിംഗ് അല്ലെ 45 ഡിഗ്രി ഫിക്സ് ചെയ്യാം. എഫക്റ്റീവ് ലെങ്ത് കാണാൻ പറ്റുമല്ലോ. ജസ്റ്റ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് അറിയാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലെ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് അതുപോലെ നമുക്ക് ഒരു 40 മില്ലിമീറ്റർ അല്ലെ, നമ്മളിവിടെ ഇവിടുന്ന് ഇവിടം വരെ 40 മില്ലിമീറ്റർ. ഇത് നമ്മൾ എൻഡ് ഡിസ്റ്റൻസ് ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബോൾട്ട് ടു ബോൾട്ട് ഡിസ്റ്റൻസ് കിട്ടും അല്ലെ. ബോൾട്ട് ടു ബോൾട്ട് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 40 ഒഴിവാക്കി കിട്ടുന്ന ഡിസ്റ്റൻസ്. അത് തന്നെയാണ് നേരത്തെ കിട്ടിയത് അല്ലെ. എഫക്റ്റീവ് ലെങ്ത് എല്ലാം സിമിലർ ആണ് കിട്ടുക. ലേസിംഗ് ഡിസൈൻ ഫുള്ള് സെയിം ആണ് കിട്ടുക, അതിലൊരു വ്യത്യാസം വരില്ല. മനസ്സിലായില്ലേ? ബാക്കി തിക്നെസ് ഓഫ് ലേസിംഗ് അതുപോലെ ബ്രെഡ്ത്ത് ഓഫ് ലേസിംഗ് അല്ലെ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലെ. ബ്രെഡ്ത്ത് ഓഫ് ലേസിംഗ് എങ്ങനെയാണ് കിട്ടുക? 3 ടൈംസ് ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് അല്ലെ. അത് ചെയ്യാലോ. നിങ്ങൾ 16 തന്നെ എടുത്താൽ മതി. നമ്മള് ചെറിയ വ്യത്യാസമേ വരൂ. അപ്പം 16 മില്ലിമീറ്റർ ഡയമീറ്റർ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ വെടുത്ത് അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 48 മില്ലിമീറ്റർ കിട്ടും അല്ലെ. ഈ 48 മില്ലിമീറ്റർ നമുക്ക് 50 ആക്കാം അല്ലെ. അപ്പോൾ 50 mm തന്നെ വെടുത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ തിക്നെസ് അല്ലെ, തിക്നെസ് എങ്ങനെയാണ് കിട്ടുക? തിക്നെസ് എനിവൺ അനക എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഡ്യൂരിങ് ലാസ്റ്റ് പ്രോബ്ലം വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ തിക്നെസ് ഓഫ് ലേസിംഗ് ബൈ 1/40 അല്ലെ. 1/40 1/40. സോ 1/40 ടൈംസ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ 1/16 1/40 ഉണ്ട്. അതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. 1/60 എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് 1/60 ഈസ് പ്രൊവൈഡഡ് ഫോർ ഡബിൾ ലേസിംഗ് അല്ലെ. നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സിംഗിൾ ലേസിംഗ് ആണ്. ഡബിൾ ലേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാലോ അത് നിങ്ങൾക്ക് ആ കോഡ് ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് പോരാത്തതിന് എന്തുണ്ടാവും? ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. സോ അൾട്ടിമേറ്റ്ലി ഇങ്ങനെയാണ് ലേസിംഗ് പോവുക ഡബിൾ ആണെങ്കിൽ അല്ലെ. സോ നമ്മൾ ഡബിളിന് 60 എടുക്കുക, സിംഗിളിന് 40 എടുക്കുക. ഓക്കെ, അതെല്ലാം നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ നിങ്ങൾ കംപ്രസീവ് ലോഡ് അല്ലെ, കംപ്രസീവ് ലോഡ് കമ്മിങ് ഓൺ ദ ലേസിംഗ്. ലേസിംഗിന്റെ മുകളിൽ വരുന്ന കംപ്രസീവ് ലോഡ് നിങ്ങൾ എങ്ങനെ എടുക്കാം? 2.5 ടൈംസ് ദ കംപ്രസീവ് ലോഡ് ഓഫ് ദ ചാനൽ അല്ലെ. ചാനലിൽ വരുന്ന 2.5 ടൈംസ് കംപ്രസീവ് ലോഡാണ് നിങ്ങൾ ഈ ലേസിംഗിൽ വരുന്ന ഷിയർ അല്ലെ. സോ ലേസിംഗിൽ വരുന്ന ഷിയർ നമ്മൾ 2.5 ടൈംസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക? അതിന്റെ കോസിക് 45 എടുക്കുക. അതിന്റെ കോസിക് 45 ടൈംസ് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷിയർ നമ്മൾ കംപ്രസീവ് ലോഡായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കോസിക് 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. നമ്മൾ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ട് ആ ഫിഗർ, ഓർമ്മയില്ലേ? നമുക്ക് ഇങ്ങനെയാണ് ഈ പറഞ്ഞ 2.5/100 ഇൻറ്റു ഈ പറഞ്ഞ 1080 അല്ലെ. അത് വരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ലേസിംഗ് പോകുന്നത് എങ്ങനെയാണ്? ഇവിടെ ബോൾട്ട് ഉണ്ട് അല്ലെ. ഇതില് ഇങ്ങനെയാണ് ഷിയർ, ഇതിലിങ്ങനെയാണ് ഈ ഷിയർ പോവാ അല്ലെ. ബോൾട്ട് ട്രാൻസ്വേഴ്സ് ദ ഷിയർ സ്ട്രെസ് അല്ലെ. ഷിയർ സ്ട്രെസ് ആണ് ഈ ബോൾട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ബോൾട്ടിന്റെ ചുറ്റും ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ് ഉണ്ടാവുക. സോ അത് ഇതിലേക്ക് കംപ്രസീവ് ലോഡായിട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഏത് കോമ്പണന്റ് ആണ് പോവാ? ഇവിടെ 45 ഡിഗ്രി ഉണ്ട് അല്ലെ, 45 ഡിഗ്രി ആംഗിൾ ഉണ്ട്. സോ ഈ കിട്ടിയ ഫോഴ്സ് അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2.5/100 ഇൻറ്റു 1080 അല്ലെ, ഇൻറ്റു എന്തെടുക്കണം? ഇൻറ്റു കോസിക് 45 എടുക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ സൈൻ 45 എന്ന് കൊടുക്കണം അല്ലെ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടുക അല്ലെ. ഈ വാല്യൂവിനേക്കാളും കൂടിയ ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ വരിക, ഓട്ടോമാറ്റിക്കലി ആയിരിക്കുമല്ലോ. സോ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യാം? നമ്മുടെ ഡിസൈൻ കംപ്രസീവ് ലോഡാക്കി എടുക്കുക. എന്നിട്ട് അത് ഡിസൈൻ ചെയ്യാം അല്ലേ. എന്നിട്ട് ആ ക്രോസ് സെക്ഷൻ കൊടുത്തത് സഫീഷ്യന്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ പണിയൊന്നുമില്ലല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ കംപ്രസീവ് ലോഡ് അറിയാം, അതവിടെ വെക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ
നേരത്തെ ചെയ്തതുപോലെ റേഡിയസ് ഓഫ് ഗിയറേഷൻ അല്ലെ, റേഡിയസ് ഓഫ് ഗിയറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ. റേഡിയസ് ഓഫ് ഗിയറേഷൻ ആർ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ അല്ലെ, ഓർ ഐ ഇസ് ഇക്വൽ ടു ബി ഡി ക്യൂ ബൈ 12 അല്ലെ, ഡിവൈഡഡ് ബൈ ബി ഡി അല്ലെ. അപ്പം നമുക്ക് എന്ത് കിട്ടും, ബിയും കട്ടാവും, ഇവിടെ ഡി സ്ക്വയർ കിട്ടും, അപ്പൊ ഡി ബൈ റൂട്ട് 12 കിട്ടും അല്ലെ. ഇതെല്ലാം റൂട്ടിനകത്താണ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അല്ലെ. സോ ഈ ഡി ബൈ റൂട്ട് 12 ഡി എന്ന് പറയുന്നത് ഏതായിരിക്കണം, ഇതായിരിക്കുമോ ഇതായിരിക്കുമോ? സോ ഡിക്ക് രണ്ട് വാല്യൂ പോസിബിൾ ആണ് അല്ലെ. രണ്ട് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ റേഡിയസ് ഓഫ് ഗിയറേഷൻ കിട്ടും. അതിൽ നമുക്ക് വേണ്ടുന്ന എന്താണ്, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗിയറേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്തെടുക്കാം, ഈ കാണുന്ന തിക്നെസ്സിനെ നിങ്ങൾ ഡി ആക്കിയിട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ 12 കിട്ടും, 12 ബൈ റൂട്ട് 12 ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടും, റൂട്ട് 12 തന്നെ കിട്ടും. സോ അതായിരിക്കും നമ്മുടെ ആർ വാല്യൂ അല്ലെ, മിനിമം ആർ വാല്യൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കെ എൽ ബൈ ആർ കണ്ടുപിടിക്കാം അല്ലെ. കെ എൽ നമുക്കറിയാം, എഫക്റ്റീവ് ലെങ്ത് ഓഫ് ലേസിംഗ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ. സോ ബൈ ആർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, എഫ് ഐ നമുക്കറിയാം 250 അല്ലെ. സോ എഫ് സി ഡി കണ്ടുപിടിക്കാം, ബക്ലിംഗ് ക്ലാസ് സി അല്ലെ. സോ എഫ് സി ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ എഫക്റ്റീവ് ഏരിയ എല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഈ ലേസിംഗിന്റെ ഡിസൈൻ മൊത്തം സെയിം ആണ്. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് റീഫ്രഷ് ആയിക്കോട്ടെ വെച്ച് പറയുന്നത് അതല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കെ എൽ ബൈ ആറും എഫ് ഐയും വെച്ചിട്ട് എഫ് സി ഡി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, എഫ് സി ഡി ഇൻറ്റു എ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് കംപ്രസീവ് ലോഡ് കിട്ടും, അതിനെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലെ. സോ നമുക്ക് അവിടെ കിട്ടുന്ന കംപ്രസീവ് ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷന്റെ മുകളിൽ ആ ഡിസൈൻ ലോഡ് വന്നപ്പോ അതിന്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള ലോഡ് എത്രയാണെന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച ഡിസൈൻ കംപ്രസീവ് ലോഡ് അല്ലെ. അതായത് നമ്മുടെ സ്ട്രക്ചറിന് മുകളിൽ 1080 ലോഡ് വന്നു അല്ലെ, ഇത്രയും കിലോ ന്യൂട്ടൺ. അങ്ങനെ വന്നപ്പോ നമ്മുടെ ലേസിംഗിന്റെ മുകളിലേക്ക് വന്ന ലോഡ് അത് എത്രയാണെന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് അല്ലെ. സോ അതാണ് ഡിസൈൻ കംപ്രസീവ് ലോഡ് ഓഫ് ദ ലേസിംഗ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷന് എടുക്കാൻ പറ്റുന്ന കംപ്രസീവ് ലോഡ് അല്ലെ, അതുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. സോ ഈ വാല്യൂ, അതിൽ വരുന്ന വാല്യൂ നമുക്ക് ഇപ്പൊ ഇത് ചെയ്തിട്ട് കണ്ടുപിടിച്ച വാല്യൂ അതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കാൻ പറ്റുന്ന വാല്യൂ അല്ലെ. സോ ഈ വാല്യൂ ആയിരിക്കണം കൂടുതൽ അല്ലെ, നമ്മളിപ്പോ കണ്ടുപിടിച്ച വാല്യൂ ആയിരിക്കണം കൂടുതൽ, ഈ വാല്യൂ കുറവായിരിക്കണം അല്ലെ, ഈ കിട്ടുന്ന വാല്യൂ കുറവായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലേസിംഗ് എന്താണ്, ഓക്കെ ആണ്, ഓക്കെ ഇൻ ബക്ലിംഗ് അല്ലെ. ബക്ലിംഗിൽ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് കിട്ടും. എന്നിട്ട് രണ്ടാമത് ഇതിന് എന്ത് ചെയ്യണം, ഇതിന്റെ ടെൻസൈൽ ചെക്ക് ചെയ്യണം അല്ലെ, കാരണം ടെൻഷനും കംപ്രഷനും വരുന്നുണ്ട് നമ്മുടെ ലേസിംഗിനകത്ത്. സോ ടെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടി ഡി ജി ടി ഡി എം ഇതെല്ലാം സെയിം തന്നെയാണ്, സെയിം സ്റ്റെപ്പ്. ടി ഡി ജി ടി ഡി എം കണ്ടുപിടിച്ച് നോക്കുക. ബ്ലോക്ക് ഷിയർ ഫെയിലർ കാണേണ്ട ആവശ്യമില്ല അല്ലെ. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇക്വേഷൻസ് ഒക്കെ അറിയാലോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക അല്ലെ. മിനിമം വാല്യൂ എമംഗ് ദ ടി ഡി ജി ആൻഡ് ടി ഡി എം നിങ്ങൾ അതിന്റെ ഡിസൈൻ ടെൻസൈൽ ഫോഴ്സ് ആക്കിയിട്ട് എടുക്കണം. ഓക്കെ അല്ലേ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻസൈൽ ഫോഴ്സും കിട്ടും. ഈ സിമിലർ ലോഡിനോട് നിങ്ങൾ ഇപ്പൊ കിട്ടിയ ഡിസൈൻ ടെൻസൈൽ ലോഡും കമ്പയർ ചെയ്ത് നോക്കുക. സോ ഏതാണ് വലുത് നോക്കുക അല്ലെ. ഇത് ചെറുതായിരിക്കണം, അത് പറയണ്ടല്ലോ അല്ലെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന ടെൻസൈൽ സ്ട്രെസ് ആണ്, അത് മിനിമം ആയിരിക്കണം. നമ്മുടെ ഏരിയക്ക് എടുക്കാൻ പറ്റുന്ന ടെൻസൈൽ ലോഡ് എന്നായിരിക്കണം, അത് കൂടുതലായിരിക്കണം അല്ലെ. അത് നിങ്ങൾക്കൊന്ന് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. സോ അങ്ങനെയാണ് നിങ്ങൾ ലേസിംഗ് ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ കണക്ഷൻസിന്റെ ഡിസൈനും സിമിലർ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ആകെ വ്യത്യാസം വരുന്ന ഇവിടെ എന്തുമാത്രമാണ്, നമ്മുടെ സ്പേസിങ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. ബാക്കി ഞാൻ വീണ്ടും പറഞ്ഞിട്ട് ടൈം കളയുന്നില്ല, നിങ്ങൾ ചെയ്തോളേ. ആകാശ് ചെയ്യൂലേ? ഓക്കെ ആണല്ലോ. നമുക്ക് പറയാം. എനിവൺ? ധന്യ ചെയ്യാൻ പറ്റില്ലേ? സദാഗത് വാല്യൂസ് കിട്ടുന്നില്ലേ ചെയ്യുമ്പോ? ജസ്റ്റ് കമന്റ് ചെയ്ത്. ഹലോ വിസ്മയ. ഓക്കെ. സോ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കുക. അതില്ലേ, ഐ ഹോപ്പ് യു ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ. അതില്ലേ, നമ്മുടെ തേർഡ് മോഡ്യൂളിനകത്ത് ഇനി വരുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. അത് നമ്മൾ ഗസറ്റ് ബേസ് അതുപോലെ സ്ലാബ് ബേസ്.
സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. കാണുന്നില്ലേ? അല്ലേ? സോ ഇതാണ് നമ്മുടെ ഗസറ്റ് ബേസും സ്ലാബ് ബേസും. നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? സോ ഹിയർ ഇഫ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് slab base, then it's the base that we are providing, അല്ലെ? ബേസ് ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ബിലോ ദ കോളം, അല്ലെ? കോളം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഈ കോളത്തിലെ ലോഡ് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സ്ട്രക്ചറാണ് സ്ലാബ് ബേസ് എന്ന് പറയുന്നത്, അതല്ലേ? സോ നമ്മൾ ഇതിനെ ഡയറക്റ്റ് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺക്രീറ്റ് പെഡസ്റ്റൽ, അല്ലെ, അതിലേക്കാണ് നമ്മൾ ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ക്രോസ് സെക്ഷൻ അതുപോലെ ഈ ലോഡിനെ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവും, അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവും, അല്ലെ? സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ഈ ഏരിയ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് അത് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒറ്റയടിക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാതെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഗ്രാജുവൽ വേരിയേഷൻ ഇൻ ഏരിയ അത് പ്രൊവൈഡ് ചെയ്യും, അല്ലെ? ഒരു ഏരിയ വേരിയേഷൻ ഗ്രാജുവൽ ആക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ a sudden change in the area of cross section will be experienced, which will create stress concentration and failure of the structure at that line, അല്ലെ? ആ ലൈനിലൂടെ ഫെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളിവിടെ ഇതിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്, അല്ലെ? ഒരു ബേസ് പ്ലേറ്റ്, ഈ പ്ലേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. സോ അതുപോലെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ബോൾട്സ്, അല്ലെ? ഈ ബോൾട്ടും അതുപോലെ ഒരു ക്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ആംഗിൾ ആണ്. ഇതെല്ലാം തിയറി ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ നന്നായിട്ട് പഠിക്കുക, അല്ലെ? ക്ലീറ്റ് ആംഗിൾ എന്താണെന്ന് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ ക്ലീറ്റ് ആംഗിളും അതിന്റെ ബോൾട്ടും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോഡ് എടുക്കുന്നില്ല. നിങ്ങളിവിടെ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? ഈ കംപ്രസീവ് ലോഡ് ഈ കാണുന്ന ഐ സെക്ഷനിൽ നിന്ന് നേരിട്ട് ബേസ് പ്ലേറ്റിലേക്ക് പോകുന്നു, അല്ലെ? ആ ബേസ് പ്ലേറ്റിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യുന്നു, താഴെ കോൺക്രീറ്റ് പെഡസ്റ്റലിലേക്ക് പോകുന്നു. അതിനിടയിൽ ഇതിന് റോളൊന്നുമില്ല, അല്ലെ? ഇതിന് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ ആ പൊസിഷനിൽ വെക്കുക എന്നുള്ളതാണ്. സോ ഇൻ ഓർഡർ ടു കീപ് ദ ഐ സെക്ഷൻ ഇൻ ഇറ്റ്സ് പൊസിഷൻ വി ആർ സിംപ്ലി പ്രൊവൈഡിങ് ദിസ് ആംഗിൾ സെക്ഷൻ വിത്തൗട്ട് നീഡ് ഓഫ് ടേക്കിംഗ് എനി ലോഡ്, അല്ലെ? അപ്പൊ അത് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, അസ്യൂം ചെയ്താൽ മതി. ഈ ആംഗിൾ അസ്യൂം ചെയ്യാം, ഈ ബോൾട്ടും നമ്മൾ 2 നമ്പേഴ്സ് അസ്യൂം ചെയ്താൽ മതി, അല്ലേ? സോ ഇവിടുത്തെ ഡിസൈൻ കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന നല്ലൊരു സെക്ഷൻ ആണ്. സോ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നു, ഡിഫറൻസ് നോക്കുക. ഗസറ്റ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ, ഗസറ്റ് ബേസ് എന്ന് പറയുമ്പോൾ ഒരു ഗസറ്റ് പ്ലേറ്റ് ഇവിടെ എക്സ്ട്രാ വന്നു, അല്ലെ? ഏതാണ് ഗസറ്റ് പ്ലേറ്റ്? ജസ്റ്റ് നോക്ക്, അല്ലെ? ഇങ്ങനെ ഒരു പ്ലേറ്റ് വന്നു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, അല്ലെ? നിങ്ങൾ മറ്റേ ഫിഗറും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. ആ കാണുന്ന ഒരു പ്ലേറ്റ് അതെന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അവിടെ നമുക്ക് ഈ ഗസറ്റ് പ്ലേറ്റ് ഒരു ലോഡ് എടുക്കും. അപ്പൊ ഗസറ്റ് പ്ലേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുക തന്നെ വേണം. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് ലോഡ് എടുക്കുന്നത്? നമ്മളിവിടെ ഇവിടുന്ന് താഴേക്ക് കംപ്രസീവ് ലോഡ് ഉണ്ട്, അല്ലെ? സോ ആ കംപ്രസീവ് ലോഡിനെ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ തിക്നെസ് ഇവിടുന്ന് മുതലേ പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? എസ്പെഷ്യലി നമുക്ക് ഈ കംപ്രസീവ് ലോഡ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് തൊട്ട് തന്നെ ആ കംപ്രസീവ് ലോഡ് നമ്മൾ ഈ കാണുന്ന എക്സസ് തിക്നെസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതെന്ത് ചെയ്യും, അത് ഫർദർ ഈ കാണുന്ന ക്ലീറ്റ് ആംഗിളിന്റെ ഒരു ലെഗിലേക്ക് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ? ആ ലോഡ് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറഞ്ഞ് എന്താവും, ഇവിടെ എത്തുമ്പോൾ 0 ആയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ എനിവേ നമ്മൾ ആ മെയിൻ ലോഡ് ഇതിലൂടെ ട്രാവൽ ചെയ്തിട്ട് എന്താവും, ഇതിന്റെ ഈ കണക്റ്റഡ് ബേസിന്റെ കണക്റ്റഡ് ലെഗിന്റെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് 0 ആവും. അതൊരു കാന്റിലിവർ പോലെ ആക്ട് ചെയ്യും. മനസ്സിലായില്ലേ? സോ അത് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് ആണ് ബേസ് പ്ലേറ്റിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? സോ അപ്പോൾ ഇവിടുത്തെ ഗസറ്റ് പ്ലേറ്റിന്റെ പ്രത്യേകത, കൂടുതൽ ലോഡ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഗസറ്റ് ബേസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഗസറ്റ് പ്ലേറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ ഐ ഹോപ്പ് യു ക്യാൻ ഡു ദ പ്രോബ്ലം ഫോർ ദ ഡിസൈൻ ഓഫ് ബോത്ത് ഗസറ്റ് ബേസ് ആൻഡ് സ്ലാബ് ബേസ് ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ക്ലാസ്, അല്ലേ? സോ നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തിട്ടുണ്ട്.
Okay, so for the next class, we will discuss the gusset base and slab base design. So before that, you should ensure that you have completed the problem for two channels connected toe to toe. അല്ലേ toe to toe കണക്ട് ചെയ്യുന്ന പ്രോബ്ലം നിങ്ങൾ ഫുൾ ആയിട്ട് ക്ലാസ് നോട്ടിൽ സോൾവ് ചെയ്തിട്ട് വരിക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ തന്നെ പറയണം, പിന്നെ നമുക്കത് പിടിച്ചാൽ കിട്ടൂല. ഓക്കെ അല്ലേ? ആ പ്രോബ്ലത്തിന്റെ ഫ്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് നോക്കൂല.